എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ എന്നെ ദൈവവചനം നിർബന്ധിച്ച് കാണാതെ പഠിപ്പിക്കുമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനം ഇപ്രകാരമാണ്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അന്ന് അത് കാണാതെ പഠിച്ചു. എന്നാൽ പിന്നത്തേതിൽ അത് അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചാൽ ഒരുപക്ഷെ സോറി പറഞ്ഞ് നമ്മളെ അവഗണിക്കും. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ചിരിക്കുന്ന, പുഞ്ചിരിയുള്ള സ്നേഹത്തിൻ്റെ ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കാൻ കരുണയോടെ, സ്നേഹത്തോടെ നമ്മളെ നോക്കുക. ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് സമാധാനമുണ്ട്. ആ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഉള്ളത്തിൽ ധൈര്യമുണ്ടാകും. ആ മുഖത്തേക്ക് നോക്കിയാൽ കവിഞ്ഞൊഴുകുന്ന സന്തോഷം ജീവിതത്തിലുണ്ടാകും. എൻ്റെ കുഞ്ഞെൻ്റെ അടുക്ക വന്നിട്ട് രാവിലെ വന്നിങ്ങനെ മുഖത്തോട്ട് നോക്കി 2 കൈ ഉയർത്തി നിൽക്കും. ആ കാഴ്ച കാണുമ്പോൾ തന്നെ എനിക്കറിയാം അവളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവളെ ഓടിച്ചെന്ന് എടുക്കും, അവൾക്ക് ഉമ്മ കൊടുക്കും, അവളെ കെട്ടിപ്പിടിക്കും. എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ അവളോട് എക്സ്പ്രസ് ചെയ്യും. ജീവിതത്തിൽ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലിംഗനവും സ്നേഹവും സ്പർശനവും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ആ സ്നേഹത്തിനകത്ത് നമ്മൾ പൂർണ്ണരാണ്. ആ ദൈവികമായിട്ടുള്ള കരുതലിനകത്ത് നമ്മൾ പൂർണ്ണരാണ്. ഇന്ന് ദൈവമുഖത്തേക്ക് നോക്കാൻ ഒരു നിമിഷം മനുഷ്യൻ്റെ മുഖത്തിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, നമുക്ക് കിട്ടാകുന്ന മറ്റ് വഴികളും സാധ്യതകളിൽ നിന്നുമൊക്കെ ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് തിരിച്ച്, ദൈവമേ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങനെ സഹായിക്കണമെന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ഒന്ന് ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന പുറത്തു വരട്ടെ. ആ പ്രാർത്ഥന ദൈവത്തെ ചലിപ്പിക്കുന്നതാണ്. ആ പ്രാർത്ഥനയിലൂടെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വചനം മറക്കരുത്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതുമില്ല. ഗോഡ് ബ്ലസ് യു.